Hi friends, welcome to Vidu CC Cooking. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് മക്രോണി കൊണ്ട് ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം മക്രോണി വേവിച്ചെടുക്കണം. അതിനായി ഞാൻ ഇവിടെ ഒരു സോസ് പാനിൽ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മക്രോണി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മക്രോണിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്കിതിലെ വെള്ളം മാറ്റി ഈ മക്രോണി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് ഉരുകി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചക്കറിയൊക്കെ ഒരു 3/4 വേവായാൽ മതിയാവും. ഒരുപാട് വെന്ത് കലങ്ങി പോകണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മതിയാവും. എരിവിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ എരിവ് എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഗരം മസാല പൗഡർ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല സ്പൈസി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല സ്പൈസി ആയിട്ടുള്ള മക്രോണി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. ആ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.